കണ്ടാ കുതിരവണ്ടി എന്നൊരു വീക്കെൻഡ്സ് ആട്ടാ. നമ്മൾ അടുത്ത സെൻറ്ററിലേക്കുള്ള പരിപാടിയാണ്. അപ്പം ബസ്സുണ്ട് 1 കിലോമീറ്റർ. എന്ത് ബസ് കയറിയിരിക്കുന്നത് നടക്കുക തന്നെ. കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന സുഖം തരാം. അത് ബസ്സിനകത്ത് ഇരുന്നാൽ കിട്ടില്ല. പോണ വഴിക്ക് കിട്ടുന്ന ഇത്തരം കാഴ്ചകൾ ബസ്സിനകത്ത് ഇരുന്നാൽ കിട്ടോ? കാരണം ബസ് ഓടിക്കൊണ്ടിരിക്കല്ലേ. ഈ കൊടിക്കാർ സംഖ്യ എവിടെ നോക്കിയാലുണ്ട് കേട്ടോ. ദേ വരണം അവിടെ നിന്നൊരു കൊടി. പഴയ സ്മാരകങ്ങളാണ് കണ്ട. അതൊക്കെ അങ്ങനെ തന്നെ അവർ നിലനിർത്തിയേക്കാം, ഓർമ്മകൾ മറക്കാണ്ടിരിക്കാൻ. ഇതൊക്കെ 2000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവങ്ങളാണ്. അവരങ്ങനെ തന്നെ നിലനിർത്തിയേക്കണേ. കൊടിക്കാരൊരു സംഘം അല്ല, ഇതങ്ങനെ വേണമല്ലോ. അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി വഴി വരും തെറ്റ് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങളാവില്ലേ. ഇത് ചെറിയ സംഘമൊന്നുമല്ല. ഇവരൊക്കെ ഒരു ജംബോ ജെറ്റ് വിളിച്ച് അങ്ങനെ തന്നെ വന്നിരിക്കുന്നതായിരിക്കും. ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇത്ര സ്ഥലം ഇപ്പോഴും വെറുതെ ഇട്ടിരിക്കുക. അവിടെ ആൾ താമസമില്ല. രണ്ടാമത് ഡീബിൽഡ് ചെയ്യുന്ന പരിപാടിയില്ല. കാരണം ജനിച്ചു കൊള്ളുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കണം ഇതെങ്ങനെ നമ്മളിവിടെ വരെ എത്തിയെന്ന്. കണ്ട ഒരു ചങ്ങാതി ഇവിടെ ഇരുന്ന് വരച്ച് നമുക്ക് ഇങ്ങനെ തരും. ഡോളർ എത്താൻ ഞാൻ ചോദിച്ചില്ല. ചോദിച്ചാൽ പിന്നെ നമ്മൾ മേടിക്കണ്ടേ, അതുകൊണ്ട് മേടിച്ചില്ല. എന്തൊക്കെയായാലും ഒരു 5 എണ്ണം തന്നെ വിൽക്കും ഒരു ദിവസം, അതിന് അംശമൊന്നുമില്ല. BC 46 ജൂലൈ സീസർ അല്ലല്ലോ, അതിൻ്റെ പേര് നമ്മൾ വീണ്ടും തെറ്റി പറഞ്ഞു അല്ലേ. അപ്പോൾ സീസർ ഉണ്ടാക്കിയൊരു ടെമ്പിളാണ് വീനസ് എന്ന് പറഞ്ഞ ദേവതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പല സമ്മർദ്ദങ്ങളും വന്നെന്ന് പറഞ്ഞു. ഇതൊക്കെ എടുത്തു കളഞ്ഞ് ഇവിടെ നല്ല വമ്പ സെറ്റപ്പ് ആക്കാതെ. എത്ര സെറ്റപ്പ് ആക്കിയാലും ഈ ഓർമ്മകൾ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണ്ടേ. അതുകൊണ്ടാണ് ഇറ്റലിക്കാർ ഒരു പടി മുന്നിൽ നിൽക്കണേ. ഞാൻ ഈ ജൂലിയസ് സീസർ ഉണ്ടാക്കിയ ടെമ്പിള് ഞാൻ വീണ്ടും ഒന്ന് പിടിച്ചത്. കാരണം വെയിലത്ത് നിന്ന് പിടിച്ചപ്പോൾ കിട്ടിയില്ലതൊരു സംശയം. നമ്മുടെ സെബസ്ത്യാനോസായിരുന്നു ഈ പുള്ളിയുടെ ഏറ്റവും വലിയ പടത്തലവൻ എന്നാണ് പറയണേ. കണ്ട ഈ ചൂതുകളി നമ്മുടെ ഉണ്ടായിട്ടില്ലേ, അതേപോലെ ഇവിടെയുണ്ട്. കാണികളെ പറ്റിക്കാൻ വേണ്ടി വഴിയോരത്ത് കുറച്ച് ആൾക്കാർ. അവരെ ആൾക്കാരതിന് കാശ് വയ്ക്കുന്ന എത്രയാണ്. നമ്മൾ പണ്ട് കാലത്ത് ആന, മയിൽ, ഒട്ടകം കാലി വെയ്പ്പോ വയ്ക്കോ നോക്കിയിരുന്ന കാശ് കിട്ടില്ല. കയ്യിൽ കാശിരുന്ന കാശ് ആയിട്ടിരിക്കും. ഇവിടെ വെച്ച കാശ് കൂട്ടി കിട്ടും. ഇതുണ്ട ഇതന്നെ സംഭവം. ഇപ്പൊ ചവിട്ടി പിടിച്ചവന് കാശ് കിട്ടി, പക്ഷെ അത് പിന്നെ ആൾക്കാരായിരിക്കും കേട്ടോ. ഇത് മുച്ചിരളി തന്നെ. ആ
No problem, find the board, ragazzi, 100 per finding everybody on 2 3 1 2 3 find the board calmly. അകത്ത് വെച്ചാൽ എനിക്ക് പുറത്ത് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച കാശ് പോയി പെണ്ണുപിള്ള ദുഃഖിച്ചുകൊണ്ട് തലകറവണം എല്ലാ കാര്യം പുട്ടടിക്കാം. 1 2 3 family very stable food is this one. Rika, yes. കുതിരവണ്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ ടക്ക് ടക്ക് അടിച്ച് പോകണ്ട. ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞിങ്ങോട്ട് വരും. അടുത്ത ബാച്ച് വരണ്ട്. എന്താ ഒരു ഉദ്ദേശം എന്നറിയില്ല കേട്ടോ. ഞാൻ പടം പിടിക്കുന്ന അത്ര തന്നെ. കണ്ടോ അടിച്ചു തകർത്ത് കളഞ്ഞ സ്ഥലം രണ്ടാമതും അവിടെ പണിത് കൂട്ടിയെങ്കിൽ ഇതുമാതിരി ആൾക്കാർ വരും. ഇവിടെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ജനങ്ങളെത്തണേ. ഇനിയിപ്പോൾ അവിടെ ഓണടിക്കണ്ട, അത് നോക്കാം. ഇന്ന് രണ്ടാമത്തെ ആംബുലൻസായി കാണണേ. ദീർഘവീക്ഷണം അത് വേണം. ഇതിങ്ങനെ പുരാണമായ കാര്യങ്ങൾ ഇതേപോലെ തന്നെ നിലനിർത്തിയതുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ തന്നെ ഫോറിൻ മണി ഒഴുകണം. ഇത് പുതുക്കി ആരെങ്കിലും വാടകയ്ക്ക് കൊടുത്തെങ്കിലോ ആ 4 3 7 കിട്ടും. അത്ര തന്നെ. കുതിര കാണുമ്പോൾ തന്നെ ഹരം തന്നെയാണ്. എന്തായാലും വിടില്ല. ഒരു വണ്ടി ആദ്യം മേടിക്കണം. മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്താനം പറയാം, കാഴ്ചകൾ കാണാം. എന്നിട്ട് നമ്മുടെ നാട്ടിലെ തെരുവീതികൾ കൂടെ അങ്ങ് ഓടിക്കുക. ഞാൻ ആദ്യം കരുതി ഒരു കുതിരയേ ഉള്ളൂ, ഒരു കുതിര വണ്ടിയും. അങ്ങനെയല്ലാട്ടാ, ഇതൊരു വമ്പൻ ബിസിനസ്സാണ്. ഒരു ചങ്ങാതി ഇരുന്ന് കോട്ടുവായിടാ വെൽവെറ്റ് കുഷ്യനുള്ള സീറ്റിലാണ് കയറിയിരിക്കുന്നത്. വേണ്ട, ഇതൊക്കെ ബ്രീഡ് കുതിരകളാണ്. നമ്മുടെ അവിടെയുള്ള മാതിരി കാട്ടിയവാടിയോ അല്ലെങ്കിൽ പോണിയോ വീഡിയോ ഒന്നുമല്ല. നന്നായിട്ട് ചാപ്പാടടിക്കും, അതുമാതിരി വണ്ടി വലിക്കും. ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലം സ്മാരകമായിട്ട് അതേപോലെ തന്നെ നിലനിർത്തുക. സന്തോഷ് ഇങ്ങനെ പറയാറില്ലേ, പഴയതേപോലെ വൃത്തിയായിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ടൂറിസം. ജനകോടികൾ ഒഴുകിയെത്തുന്നു പറഞ്ഞാൽ സംഭവം അതിനൊന്നും മാറ്റമില്ല കേട്ടോ. അതെ, ക്യാമറയിലെ ബാറ്ററി ചാർജ് തീർന്നു തുടങ്ങിയിട്ടാണ്. നിർത്തട്ടെ. മക്കളെ, ഇതാണ് ഈ ഒലിവ് കായ. വേണ്ട, നമ്മൾ ഓശാനാഴ്ചക്ക് പാടില്ലേ, സൈത്തിൻ ചില്ലകളേന്തീത കുഞ്ഞു കിടാങ്ങൾ പാടുന്നു